തിരുവനന്തപുരം ലോ കോളേജ് പ്രശ്നത്തിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ പരീക്ഷാ ചുമതലകളിൽ നിന്നും 5 വർഷത്തേക്ക് ഡീബാർ ചെയ്തു. സിൻഡിക്കേറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം. ഭാവി മരുമകൾ എന്ന് പറയപ്പെടുന്ന അനുരാധയുടെ മാർക്കുകൾ പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിക്കും. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് സർക്കാരിന് വിടുകയും ചെയ്തു. വിവരങ്ങളുമായി ഷീജ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. ഷീജ, എന്തൊക്കെ തീരുമാനങ്ങളാണ് പ്രധാനമായും സിൻഡിക്കേറ്റ് യോഗം കൈക്കൊണ്ടതൊപ്പം സർക്കാരിന് വിട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? അരുൺ, പ്രധാനമായും ലോ കോളേജുമായി ബന്ധപ്പെട്ട് ലോ അക്കാദമിയിലെ വലിയ ക്രമക്കേടുകളായിരുന്നു ഉപസമിതി കണ്ടെത്തിയത്. ആ ഉപസമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗം, പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ഇത്തരത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായത് ലക്ഷ്മി നായരെ, ലോ അക്കാദമിയുടെ പ്രിൻസിപ്പളായ ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് പരീക്ഷാ ചുമതലകളിൽ നിന്നും വിലക്കി എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ലക്ഷ്മി നായർക്കെതിരെ ഉള്ള നടപടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സിൻഡിക്കേറ്റിനുള്ളിൽ തർക്കം നിലനിന്നിരുന്നത്. അതായത് ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും മാറ്റണം എന്നൊരു ശുപാർശ സർക്കാരിനും മാനേജ്മെന്റിനും നൽകണം എന്നതായിരുന്നു. മറ്റൊരു വിഭാഗം ആവശ്യപ്പെട്ടതാകട്ടെ ലക്ഷ്മി നായർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാൻ മാനേജ്മെന്റിനോടും സർക്കാരിനോടും ശുപാർശ ചെയ്യാനായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ തർക്കം നിലനിന്ന സാഹചര്യത്തിലാണ് ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നൊരു പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയമാണ് പാസ്സായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മി നായർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യം സർക്കാരിനോടും മാനേജ്മെന്റിനോടും അത്തരത്തിൽ ഒരു ശുപാർശയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് നൽകിയിരിക്കുന്നത്. മറ്റ് തീരുമാനങ്ങളിൽ എല്ലാം തന്നെ, മറ്റ് ആവശ്യങ്ങളിൽ എല്ലാം തന്നെ ഉചിതമായ നടപടിയാണ് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായത് വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഇതിൽ കൃത്യമായ മോണിറ്ററിംഗ്, കൃത്യമായ ഒരു നിരീക്ഷണം ഇനി മുതൽ ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്കിന്റെയും ഹാജർ നിലയുടെയും സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണ സെല്ല് പ്രവർത്തിക്കുന്നതായിരിക്കും. മറ്റൊന്ന്, ലക്ഷ്മി നായരുടെ ഭാവി മരുമകൾ എന്ന് പറയുന്ന അനുരാധ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ കുട്ടിക്കും ഈ അനുരാധയുമായി ബന്ധപ്പെട്ടുള്ള അനുരാധയുടെ കൂട്ടുകാരെന്ന് പറയുന്ന കുറച്ച് കുട്ടികൾക്കും വളരെ അധികം ഇന്റേണൽ മാർക്ക് കൂട്ടിക്കൊടുക്കുന്നു. അവർക്ക് 50% പോലും ഹാജർ നില ഇല്ല, എന്നിട്ട് പോലും അവർക്ക് ഈ രീതിയിൽ കൂടുതൽ മാർക്ക് നൽകുന്നു. ഇത് വിശദമായി തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിക്കുന്നതായിരിക്കും. പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിച്ചതിനു ശേഷമായിരിക്കും ഈ വിഷയത്തിൽ അനുരാധയ്ക്കെതിരെയുള്ള നടപടി സ്വീകരിക്കുക. ഈ വിഷയത്തിൽ ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അനുരാധയിൽ നിന്ന് മൊഴിയെടുത്തതിനു ശേഷം, തെളിവെടുപ്പിന് ശേഷം തന്നെ ഇതിൽ ഒരു നടപടി ഉണ്ടാകും. അനുരാധയെ ഇയർ ഔട്ട് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദ്യാർത്ഥിനികളുടെ വനിതാ ഹോസ്റ്റലിനകത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഉടനടി നീക്കം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറിച്ച് വിദ്യാർത്ഥിനികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാത്ത രീതിയിൽ ക്യാമറകൾ പുനഃക്രമീകരിക്കാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത് 5 ദിവസത്തിനകം ഇതിനൊരു മറുപടിയും സബ് കമ്മിറ്റിക്ക്, ഉപസമിതിക്ക് നൽകാനും ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും സുപ്രധാനമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ ലോ കോളേജുകളിലെ പരീക്ഷകൾ മാറ്റിവെച്ചു. 9ാം സെമസ്റ്റർ പരീക്ഷയാണ് 10 ദിവസത്തേക്ക് മാറ്റിവെച്ചത്. SFIയുടെ സെനറ്റ് അംഗങ്ങൾ നൽകിയ നിവേദനത്തെ തുടർന്നാണ് പരീക്ഷകൾ മാറ്റിവെക്കാൻ തീരുമാനമായത്. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഒത്തുതീർപ്പിന് മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. സമരം സർക്കാർ വിരുദ്ധ സമരമാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായും കോടിയേരി അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ഈ സമരത്തെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥി പ്രശ്നങ്ങളായി കണ്ട്, കോളേജിന്റെ പ്രശ്നങ്ങളായി കണ്ട് അതിലിടപെടുകയാണ് വേണ്ടത്. അതിനു പകരം ഇതിനെ ഒരു രാഷ്ട്രീയ സമര കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കം അത് കരുതിയിരിക്കുകയും വിദ്യാർത്ഥി സമരം വിജയിപ്പിക്കുകയും വേണം. അതിനാവശ്യമായി വിദ്യാർത്ഥികൾ നടത്തിവരുന്ന ഈ പ്രക്ഷോഭങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നു. ലോ അക്കാദമി പ്രശ്നത്തിൽ ഗവർണർ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടി. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കത്തിന്മേലാണ് നടപടി. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് BJPയുടെ പ്രകടന പത്രിക. ഉത്തർപ്രദേശിലെ മുഴുവൻ അറവുശാലകളും അടച്ചുപൂട്ടുമെന്നും മുത്തലാഖ് വിഷയത്തിൽ സ്ത്രീകളുടെ അഭിപ്രായം തേടുമെന്നും BJP. നോട്ട് പിൻവലിക്കലിലെ എതിർപ്പ് മറികടക്കാൻ വൻ ആകർഷക വാഗ്ദാനങ്ങളും UP പ്രകടന പത്രികയിൽ BJP ഉൾപ്പെടുത്തി. 15 വർഷത്തിന് ശേഷം UPയിൽ അധികാരം ലക്ഷ്യമിടുന്ന BJP വൻ വാഗ്ദാനങ്ങളുടെ പ്രകടന പത്രികയാണ് പുറത്തിറക്കിയത്. 3-ൽ 2 അധികാരത്തിലെത്തിയാൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പ്രകടന പത്രികയിൽ BJP വ്യക്തമാക്കി.
മുത്തലാഖ് വിഷയത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകളുടെയും അഭിപ്രായം ആരാഞ്ഞ് സുപ്രീം കോടതിയിൽ നൽകുമെന്നും BJP അവകാശപ്പെട്ടു. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിലെ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ വൻ ആകർഷക ജനകീയ പദ്ധതികളും പ്രകടന പത്രികയിൽ BJP ഉൾക്കൊള്ളിച്ചു. സംസ്ഥാനത്തെ എല്ലാ കാർഷിക വായ്പകളും എഴുതിത്തള്ളും, അധികാരത്തിലേറിയ ശേഷം പലിശരഹിത കാർഷിക വായ്പ നൽകുമെന്നും 90% യുവാക്കൾക്കും ജോലി ഉറപ്പു നൽകുമെന്നും പ്രകടന പത്രികയിൽ BJP പറയുന്നു. വീട് വയ്ക്കാൻ 6 ലക്ഷം രൂപ, BPL വിഭാഗക്കാർക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്, എല്ലാ വീടുകളിലും വൈദ്യുതി, LPG, ശൗചാലയം എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ മറ്റു വാഗ്ദാനങ്ങൾ. 300 സീറ്റുകൾക്ക് മുകളിൽ പാർട്ടി നേടുമെന്നും അധ്യക്ഷൻ അമിത്ഷാ പ്രകടന പത്രിക പുറത്തിറക്കവേ ലക്നൌവിൽ പറഞ്ഞു. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രചരണം പാടില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശാസനകൾക്കിടയിലാണ് രാമക്ഷേത്ര നിർമ്മാണം പ്രകടന പത്രികയിലും BJP ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. BJP നേതാക്കളുടെ പ്രസ്താവനകൾ പോലെ പ്രകടന പത്രികയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടയ്ക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കരൻ, ദില്ലി. KPCC വിശാല നിർവാഹക സമിതി യോഗത്തിൽ നേതാക്കൾക്ക് AK ആന്റണിയുടെ രൂക്ഷ വിമർശനം. രാത്രി RSSും പകൽ കോൺഗ്രസും ആകുന്ന നേതാക്കൾ പാർട്ടിക്ക് വേണ്ടെന്നും ആന്റണി തുറന്നടിച്ചു. പാർട്ടിയില്ലെങ്കിൽ നേതാക്കളില്ലെന്ന് ഓർക്കണമെന്നും ആന്റണി ഓർമ്മിപ്പിച്ചു. പാർട്ടിയിൽ നിന്ന് പോയാൽ എല്ലാം നഷ്ടപ്പെടുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ടുള്ള ആന്റണിയുടെ പരോക്ഷ വിമർശനം. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ല, കാലിനടിയിലെ മണ്ണ് BJP കൊണ്ടുപോകുന്നു. രാത്രി RSSും പകൽ കോൺഗ്രസുമാകുന്ന നേതാക്കളെ ഇനി ആവശ്യമില്ല. ഉറച്ച മതേതര മുഖമുള്ള നേതാക്കൾ ഉണ്ടാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി തെളിയിക്കുന്നുവെന്നും ആന്റണി പറഞ്ഞു. ഹൈക്കമാൻഡ് അനാഥമായെന്നായിരുന്നു മുതിർന്ന നേതാവ് MM ജേക്കബിന്റെ വിമർശനം. നേരത്തെ അവിടെ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരുമുള്ളതായി തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യം മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതെന്നും MM ജേക്കബ് വിമർശിച്ചു. ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് സുധീറിന്റെ പ്രതികരണം. പുനഃസംഘടനാ നടപടികൾ AICC നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ടു പോകും. പുനഃസംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടർ ചർച്ചകളുമായി നീണ്ടുപോയി. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതിക്ക് രൂപം കൊടുത്തത്. അതുകൊണ്ട് KPCC നിർവാഹക സമിതി ചേരുന്നതിനൊരു ഇടവേള ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പാർട്ടിയുടെ സർവ്വ ഘടകങ്ങളെയും കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ലോ അക്കാഡമിയുടെ ഭൂമിയും കോളേജും സർക്കാർ ഏറ്റെടുക്കണമെന്ന് KPCC പ്രമേയം പാസാക്കി. 7 മാസത്തിനു ശേഷം ചേർന്ന KPCC യോഗത്തിൽ ഉമ്മൻചാണ്ടിയും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UPയിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 14 ദിവസം മാത്രം ബാക്കി നിൽക്കെ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ ആരംഭിക്കും. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യം എന്ന മുദ്രാവാക്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രിയങ്ക ഗാന്ധിയും ഡിംപിൾ യാദവും പ്രചാരണത്തിന് നേരിട്ടെത്തും. അതേസമയം BJPയിൽ സീറ്റ് വിഭജനത്തിന്റെ പേരിൽ പൊട്ടിത്തെറി രൂക്ഷമായി. ബീഹാറിൽ BJPയെ തറപറ്റിച്ച നിതീഷ് കുമാർ ലാലു പ്രസാദ് തന്ത്രമാതൃകയിൽ സമാജ്വാദി കോൺഗ്രസ് പ്രചാരണം നാളെ മുതൽ ഉത്തർപ്രദേശിൽ ആരംഭിക്കും. അഖിലേഷും രാഹുൽ ഗാന്ധിയും സംയുക്തമായാണ് നേരിട്ട് നാളെ പ്രചാരണത്തിനെത്തുക. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യം UPയുടെ സ്വന്തം പുത്രന്മാർ എന്ന വാക്യങ്ങളിലാണ് രാഹുലിന്റെയും അഖിലേഷിന്റെയും പ്രചാരണം. അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ്, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രംഗത്തുണ്ടാകും. ആദ്യഘട്ട വോട്ടെടുപ്പിന് 14 ദിവസം മാത്രം ബാക്കി നിൽക്കെ സമാജ്വാദി കോൺഗ്രസ് സഖ്യം കടുത്ത മത്സരം കാഴ്ചവെക്കുമെന്നാണ് വിലയിരുത്തൽ. ഭരിക്കാനുള്ള ഭൂരിപക്ഷം 202 ആയിരിക്കെ 192 മുതൽ 196 സീറ്റുകൾ വരെ BJPക്ക് പരമാവധി ലഭിക്കുകയുള്ളൂ എന്നാണ് ആദ്യഘട്ട സർവേ ഫലങ്ങൾ. സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിന് 178 മുതൽ 182 സീറ്റുകൾ ലഭിക്കാനും സാധ്യത കൽപ്പിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP തെരഞ്ഞെടുക്കപ്പെടുമെന്നും ആദ്യഘട്ട സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടയിൽ സീറ്റ് വിഭജനത്തിൽ BJPക്കുള്ളിൽ പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ തർക്കങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് സംസ്ഥാന ഘടകത്തിന് BJP കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിൽ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ BJP ശിരോമണി അകാലിദൾ സഖ്യവും അഴിമതി ആരോപണങ്ങളുമായി രംഗത്ത്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം തീരാൻ ഇനി 5 ദിവസം മാത്രമാണ് ബാക്കി. അകാലിദളിന്റെ ശക്തി കേന്ദ്രവും സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയുമായ ബിക്രം സിംഗിന്റെ നിയമസഭാ മണ്ഡലത്തിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇന്നലെ പ്രഖ്യാപിച്ചത്. അകാലിദൾ BJP സഖ്യം കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എവിടെയെന്ന ചോദ്യം ഉയർത്തുന്നതിനിടയിലാണ് പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയം. മുതിർന്ന നേതാവ് അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ BJPയിൽ നിന്നും കോൺഗ്രസിലെത്തിയ ക്രിക്കറ്റ് താരം സിദ്ധുവിന്റെ ക്യാമ്പ് മൗനത്തിലായെന്ന് ആക്ഷേപമുണ്ട്. അകാലിദൾ BJP സഖ്യമാകട്ടെ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇന്നു മുതൽ ശ്രമിക്കുന്നത്.
ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയിരുന്ന BJP ആ തന്ത്രങ്ങളിലും മാറ്റം വരുത്തുന്നുണ്ട്. 4-ാം തീയതിയാണ് സംസ്ഥാനത്തെ വോട്ടെടുപ്പ്. 2-ാം തീയതി പരസ്യപ്രചാരണം അവസാനിക്കും. അതിനു മുമ്പുള്ള കടുത്ത പോരാട്ടത്തിലേക്ക് പഞ്ചാബ് ഇന്നു മുതൽ കടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗോവയിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ RSSന്റെയും പ്രധാന സഖ്യകക്ഷിയായ MGPയുടെയും പിന്തുണയില്ലാതെ വെട്ടിലായിരിക്കുകയാണ് BJP. ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്നും RSSനെ അനുനയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം BJP കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. അതേസമയം 3 രൂപയ്ക്ക് ഗോതമ്പ്, 2 രൂപയ്ക്ക് അരി, 5 ലിറ്റർ സൗജന്യ പെട്രോൾ തുടങ്ങിയ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. അധികാരത്തിലെത്തിയാൽ കാസിനോകൾ പൂട്ടിക്കുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഗോവയിൽ 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസും ആം ആദ്മിയും. എന്നാൽ മറാത്തിവാദികളായ ഗോമന്തക് പാർട്ടി പിന്തുണ പിൻവലിച്ചതും RSSന്റെയും പ്രധാന കക്ഷിയായ MGPയുടെ പിന്തുണയില്ലാത്തതും BJPയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അഴിമതി പാർട്ടി എന്ന പേരുദോഷത്തിൽ കഴിഞ്ഞ തവണ ഒറ്റ അക്കത്തിൽ ഒതുങ്ങിപ്പോയ കോൺഗ്രസ് ഇത്തവണ യുവാക്കളെ മുൻനിർത്തിയാണ് മത്സരിക്കുന്നത്. പ്രതാപ് സിംഗ് റാണ ഉൾപ്പെടെ 5 മുൻ മുഖ്യമന്ത്രിമാരും മത്സരരംഗത്തുണ്ട്. അധികാരത്തിലെത്തിയാൽ 2 രൂപയ്ക്ക് ഗോതമ്പ്, 3 രൂപയ്ക്ക് അരി, 7 രൂപയ്ക്ക് പഞ്ചസാര, കോളേജുകളിൽ ഫ്രീ വൈഫൈ, 5 ലിറ്റർ സൗജന്യ പെട്രോൾ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളുമായാണ് കോൺഗ്രസ് പ്രചാരണം പുരോഗമിക്കുന്നത്. എന്നാൽ ആം ആദ്മിയുടെ സാന്നിധ്യം കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു എന്ന് വ്യക്തമാണ്. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചെത്തിയ എൽവിസ് ഗോമസിനെ മുൻനിർത്തിയാണ് ആം ആദ്മിയുടെ പോരാട്ടം. മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിലും കേന്ദ്രമന്ത്രിയും മുൻ ഗോവ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ പരീക്കറെ മുൻനിർത്തിയാണ് BJPയുടെ പ്രചാരണം. RSS നേതാവ് സുഭാഷ് വെല്ലങ്കർ രൂപീകരിച്ച ഗോവ സുരക്ഷക് മഞ്ച് BJPക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. ശിവസേന കൂടി കാവ്യ സഖ്യത്തിൽ ഭാഗമാകുന്നതോടെ ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്ന ആശങ്കയിലാണ് BJP കേന്ദ്ര നേതൃത്വം. ക്യാമറാമാൻ ശൈലേഷ് കല്ലായ്ക്കൊപ്പം മനുശങ്കരൻ, ദില്ലി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പ്രചാരണ ബോർഡുകളും കൊടികളും INTUC KSU പ്രവർത്തകർ നശിപ്പിച്ചു. INTUCയും KSUവും ചേർന്ന് കൊച്ചി IG ഓഫീസിലേക്ക് പ്രകടനം നടത്തുന്നതിനിടെയാണ് പ്രവർത്തകർ അക്രമാസക്തരായത്. പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച CITU DYFI പ്രവർത്തകരും നഗരത്തിൽ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം എറണാകുളം ലോ കോളേജിൽ INTUC നേതാവിന്റെ മകനെ SFI പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചാണ് KSU INTUC പ്രവർത്തകർ IG ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. കണയന്നൂർ താലൂക്ക് ഓഫീസിൽ നിന്ന് തുടങ്ങിയ മാർച്ച് മഹാരാജാസ് കോളേജിന് മുന്നിലെത്തിയപ്പോൾ പ്രവർത്തകർ അക്രമാസക്തരാവുകയായിരുന്നു. മഹാരാജാസ് കോളേജിലെ ജനൽ ചില്ലുകൾ തകർത്ത പ്രതിഷേധക്കാർ നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പ്രചാരണ ബോർഡുകളും കൊടികളും നശിപ്പിച്ചു. ഇതേ തുടർന്ന് CITU DYFI പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. DYFI ജില്ലാ സെക്രട്ടറി അരുൺകുമാർ, CITU ജില്ലാ കമ്മിറ്റി അംഗം NC മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നഗരത്തിൽ പ്രകടനം. സ്ഥലം MLA സാമൂഹ്യ വിരുദ്ധരുടെ താവളത്തിന്റെ ഭാഗമാണ് താനെന്ന് തെളിയിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ജയിപ്പിച്ചതിനെ ജനാധിപത്യ കശാപ്പിന്റെ അസഹിഷ്ണുതയുടെ കേന്ദ്രമായി പ്രയോജനപ്പെടുത്താൻ കൈബിയിടാൻ തയ്യാറാകരുത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞുപോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് മാറുന്നതുവരെ സമരം ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതി S. ജീവൻകുമാർ ചേരുന്നു. ജീവൻ, വിശദാംശങ്ങൾ. അരുൺ, സിൻഡിക്കേറ്റിൽ തീരുമാനം വന്നതിന് പിന്നാലെ സമ്മിശ്രമായ പ്രതികരണമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് വിദ്യാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ടുള്ള തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി ഐക്യം എന്ന സംഘടനയുടെ പേരിലുള്ള ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സമരം പ്രകടനം നടത്തുകയും തുടർന്ന് ഡോക്ടർ ലക്ഷ്മി നായരുടെ കോലം കത്തിക്കുകയും ചെയ്തു. പേരൂർക്കട ജംഗ്ഷൻ വരെ നീണ്ടു പോയതിനു ശേഷമായിരുന്നു അവർ പ്രകടനം നടത്തി കോലം കത്തിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ SFIയുടെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. നിലവിൽ SFI ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് കൂടുതൽ സാധുത കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ലക്ഷ്മി നായർക്കെതിരായ നടപടിക്ക് ആക്കം വർദ്ധിപ്പിക്കുന്നതാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനങ്ങൾ. പ്രധാനമായും SFI ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവയെല്ലാം അംഗീകരിക്കുന്നതിനായി സിൻഡിക്കേറ്റ് തയ്യാറായി. അവരെ ഇന്റേണൽ മാർക്ക് ഇടുന്നതിനുള്ള മാറ്റി നിർത്തുന്നു, സർവകലാശാലയുടെ പരീക്ഷാ നടപടികളിൽ നിന്നും ഡീബാർ ചെയ്യുന്നു അടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞു. പക്ഷേ ഏറ്റവും പരമവും പ്രാഥമികവും ആയ ആവശ്യമെന്നത് ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നത് തന്നെയാണ്. ആ ആവശ്യം അംഗീകരിക്കുന്നതുവരെ സമരവും തുടരുമെന്ന് SFI നേതാക്കൾ വ്യക്തമാക്കി. അങ്ങനെ സമ്മിശ്രമായ പ്രതികരണമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും രാത്രിയും വലിയ
വലിയ ആരവത്തോടു കൂടിയുള്ള വിദ്യാർത്ഥികളുടെ ഒരു വലിയ മുന്നേറ്റം തന്നെ ലോ അക്കാദമി ലോ കോളേജിന്റെ വാദത്തിൽ കാണാം. അല്പസമയങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ഹോസ്റ്റലിലെ 4ഓളം വിദ്യാർത്ഥിനികളെ ലക്ഷ്മി നായർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അവർ ഇപ്പോഴും ലക്ഷ്മി നായരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല. അവർ പുറത്തെത്തിയതിനു ശേഷം മാത്രമായിരിക്കും അവിടെ നടന്ന ചർച്ചയുടെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അരുൺ. എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സഞ്ജയ് ലീല ബൻസാലിക്കെതിരായ സംഘപരിവാർ ആക്രമണത്തിൽ വ്യാപകമായ പ്രതിഷേധം. ബൻസാലിക്ക് പിന്തുണയുമായി ബോളിവുഡ് താരങ്ങളും രംഗത്തെത്തി. ബൻസാലിയുടെ പുതിയ ചിത്രമായ പത്മാവതിയിൽ അലാവുദ്ദീൻ ഖിൽജിയും രജപുത്ര രാജ്ഞിയും തമ്മിലുള്ള പ്രണയരംഗം ജോധ്പൂരിൽ ചിത്രീകരിക്കുന്നതിനിടെയാണ് ബൻസാലിക്ക് സംഘപരിവാർ മർദ്ദനമേറ്റത്. പുതിയ ചിത്രമായ പത്മാവതിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന രാജസ്ഥാനിലെ ജയ്ഗാവ് കോട്ടയിലാണ് സഞ്ജയ് ലീല ബൻസാലിക്ക് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത്. രജപുത് കർണി സേനയുടെ പ്രവർത്തകരാണ് ബൻസാലിയെ ആക്രമിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബൻസാലിയെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ തലമുടി അക്രമികൾ പിഴുതെടുത്തു. ബൻസാലി പത്മാവതി എന്ന ചിത്രത്തിൽ രജപുത് രാജ്ഞിയെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ചിത്രത്തിൽ രാജ്ഞി പത്മിനിയും ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ ഉണ്ടെന്നാണ് ആക്ഷേപം. ചിത്രത്തിൽ ഇത്തരം രംഗങ്ങൾ നീക്കണമെന്നും അക്രമികൾ ഭീഷണി മുഴക്കി. സഞ്ജയ് ലീല ബൻസാലിയെ ആക്രമിച്ച സംഭവത്തിൽ സിനിമാ ലോകത്തു നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നുവന്നു. സിനിമാ താരങ്ങളായ ഋത്തിക് റോഷൻ, ആലിയ ഭട്ട്, കരൺ ജോഹർ, അനുരാഗ് കശ്യപ് തുടങ്ങിയവർ ഉറച്ച പിന്തുണയുമായി ട്വിറ്ററിൽ രംഗത്തെത്തി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നാണ് ഋത്തിക് റോഷൻ ട്വിറ്ററിൽ കുറിച്ചത്. സിനിമാ ലോകം ഒന്നടങ്കം ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്നും താരങ്ങൾ ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്.